Oh Jesus, hallelujah. അങ്ങേ മഹത്വം രാജാവ്, അങ്ങേക്ക് മഹത്വം യേശുവ. Oh Jesus, hallelujah. ഞങ്ങളങ്ങേ വാഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഓ യേശുവാ, യേശുവിന്റെ സ്നേഹം ഓർത്താൽ നമുക്ക് എത്ര സ്തുതിച്ചാലും എത്ര ആരാധിച്ചാലും മതി വരികയില്ല. ആമേൻ. ഈ ലോകത്തിലെ മനുഷ്യർ നമ്മുടെ കഴിവ്, നമ്മുടെ സൗന്ദര്യം കണ്ട് നമ്മളെ സ്നേഹിക്കും. എന്നാൽ നമ്മളുടെ യേശു അതൊന്നും നോക്കുന്നില്ല. നമ്മൾ എങ്ങനാണോ, നമ്മുടെ എന്ത് കഴിവ് നമുക്കില്ലെങ്കിലും, നമുക്ക് എത്ര കുറവുകളുണ്ടെങ്കിലും നമ്മളെ തേടി വന്ന നമ്മുടെ യേശു, നമ്മളെ മാറോടണച്ച നമ്മുടെ യേശു, നമ്മളെ സ്നേഹിച്ച നമ്മുടെ യേശു, ആ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ യേശുവിനെ നമ്മൾ ആരാധിച്ചാൽ എത്ര ആരാധിച്ചാൽ നമുക്ക് മതി വരികയില്ല. ഓ ജീസസ്, വി വെൽക്കം യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം യേശുവപ്പ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഓ മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടും യേശുവേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. ഓ നിൻ സ്നേഹത്തിൻ്റെ വീതിയും ഓ നീളവും ആഴങ്ങളും ഉയരവും ആരായുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഓ മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ഓ മുട്ടോളമല്ല അരയോളവും പോരാ, അങ്ങിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളം ഓ യേശുവേ, അങ്ങിൽ മുങ്ങിടുവാൻ
കൊതിയായിടും മുട്ടോളമല്ല, മുട്ടോളമല്ല, അരയോളം പോരാ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ, അങ്ങേ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിൻ അഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ, അങ്ങേ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല, അരയോളവും പോരാ, അങ്ങ് മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ലേ, അരയോളവും പോരാ, മുങ്ങിടുവാൻ ആരാധിക്കുന്നേ. മുട്ടോളമല്ല, അരയോളവും പോരാ, അങ്ങ് മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ ഞങ്ങൾക്കുള്ളത്. ഈ ലോകത്തിലെ പലരും ഞങ്ങളെ വിട്ടു പോകുമ്പോൾ ഞങ്ങളുടെ ആശ്രയം ഞങ്ങളുടെ യേശുവാണ്, ഞങ്ങളുടെ ആശ്രയം ഞങ്ങളുടെ യേശുവാണ്. അങ്ങനെ ഞങ്ങൾ ആശ്രയിക്കുന്ന യേശുവാ. യാത്ര ചെയ്യൂ പ്രത്യാശയോ. യാത്ര ചെയ്യൂ പ്രത്യാശയോ. കൂടെയുണ്ട് തളരാതെ മരുഭൂമിൽ യാത്ര ചെയ്യൂ പ്രത്യാശയോടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവിന് ഹല്ലേലൂയ. ഇരിക്കുന്നിടത്ത് നിന്ന് ഹല്ലേലൂയ പാടിയാട്ടെ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിന് ഹല്ലേലൂയ. ആമേൻ
presence, Jesus. ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെയുണ്ട്. In Jesus' name we pray. Amen. Lagajema sambanam pare sukha mashandenesi. Oh, labashekamaudamam semanandirasi. ശക്തമായ ആരാധനയിൽ ദൈവത്തെ സ്തുതിച്ച് എല്ലാവർക്കായി സ്തോത്രം. ഓ ജീസസ്, ആരാധനയിൽ ദൈവത്തിന് കൊടുക്കുകയാണ് നമ്മൾ. ആരാധനയിൽ ദൈവത്തിന് കൊടുക്കുക. സങ്കീർത്തനകാരൻ പറയുന്നത് അവൻ്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പേൻ. എത്ര പേർ കർത്താവിനെ നന്നായി ആരാധിച്ചവരുണ്ട്? എത്ര പേർ കർത്താവിനെ സ്തുതിച്ചവരുണ്ട്? എത്ര പേർ കർത്താവിനെ മഹത്വപ്പെടുത്തിയവരുണ്ട്? ഞാൻ ആരാധനയിൽ പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ നിങ്ങൾ ആരാധനക്കാരി വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ അന്വേഷിക്കരുത്. ബഹുമാനപ്പെട്ട ഭാര്യമാരോടാ പറയുന്നത്, ഈ ആരാധനയ്ക്കകത്ത് നിങ്ങളുടെ ഭർത്താവ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അന്വേഷിക്കരുത്. എന്തുകൊണ്ട്? അദ്ദേഹം യേശുവിൻ്റെ കൂടെ ഇരിക്കുക. ഭാര്യ അന്വേഷിക്കരുത്, കാരണം ആ പ്രിയപ്പെട്ടവൾ യേശുവിൻ്റെ കൂടെ ഇരിക്കുക. പ്രിയപ്പെട്ട മാതാപിതാക്കൾ അവരുടെ മക്കളെ അന്വേഷിക്കരുത്, കാരണം അവർ യേശുവിൻ്റെ കൂടെ ഇരിക്കുക. അതാണ് ആരാധന. ബന്ധങ്ങളെല്ലാം വിട്ട് കർത്താവുമായിട്ടൊരു ബന്ധം. ഓ നമസ്കാരം. ദൈവവചനത്തിലേക്ക് നമ്മൾ കടക്കാൻ തുടങ്ങിയ ഇന്ന് പകൽ എത്ര പേര് പറയും, ഈ ആരാധന എനിക്ക് വിടുതലാണ്, ദൈവവചനം എന്നെ ബലപ്പെടുത്തും. രോഗികളായിട്ടാണോ നിങ്ങൾ വന്നത്? ക്ഷീണിതരായിട്ടാണോ വന്നത്? ഈ ആരാധനാലയത്തിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങൾക്ക് ക്ഷീണത്തോടെയാണോ വന്നത്? എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇന്നത്തെ വചനത്തിൻ്റെ ഈ ആരാധനയുടെ നടുവിൽ ഒരു ദൈവ തേജസ് ഇറങ്ങി. ഒരു ദൈവ തേജസ്, ഒരു ദൈവ മഹത്വം ഇറങ്ങി. എന്നെ തൊട്ടുവെന്ന് വിശ്വസിക്കുന്നവർ, എന്നെ തൊട്ടുവെന്ന് വിശ്വസിക്കുന്നവർ, എന്നെ തൊട്ടുവെന്ന് വിശ്വസിക്കുന്നവർ, എന്നെ തൊട്ടുവെന്ന് വിശ്വസിക്കുന്നവർ, ആരാധിക്കുന്നവർക്കായി സ്തോത്രം. ആമേൻ. ആ എഴുന്നേറ്റ് ആരാധിക്കുന്നവർക്കായി സ്തോത്രം. ആ കരങ്ങൾ അടിക്കുന്നവർക്കായി സ്തോത്രം. ആ ദൈവത്തെ സ്തുതിക്കുന്നവർക്കായി സ്തോത്രം. യേശുവിനെ തൊട്ടു. ആശുപത്രി കൊടുക്കുന്ന ആശുപത്രി ബില്ലുകളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ തീക്കകത്ത് കത്തിച്ചു കളയാം. Power. The power of fire is moving. The power of fire is moving. ദൈവത്തിന്റെ ആത്മാവ് തൊടട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ. വചനം അയച്ച് സൗഖ്യമാക്കുന്ന യഹോവ. ഇപ്പോൾ ദൈവ തേജസ്സിൽ നിറഞ്ഞ് ആരാധിക്കുന്നവർ, ദൈവ തേജസ്സിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നവർ, ദൈവ തേജസ്സിൽ നിറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നവർ, അടഞ്ഞ വാതിലുകൾ തുറക്കട്ടെ. ഓ ശത്രു അടച്ച വാതിലുകൾ തുറക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അവൻ നന്മയുടെ വാതിൽ തുറക്കട്ടെ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി ആവരിക്കട്ടെ. അവൻ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവശക്തി ആവരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാ പുതിയ റിസൾട്ടുകൾ നൽകട്ടെ. ജോലിയില്ലാത്തവർക്ക് ദൈവത്തിന്റെ ആത്മാ പുതിയ അപ്പോയിന്റ്മെന്റുകൾ നൽകട്ടെ. വിദേശങ്ങളായിരിക്കുന്നവർ ഈ ലൈവ് കണ്ടുകൊണ്ട് വിദേശങ്ങളിൽ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ഒരു പകർച്ച. Now the impartation. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഈ ആലയത്തിനകത്തേക്ക് നീ കയറി വന്നപ്പോൾ, ഈ ആലയത്തിലെ റെഡ് കാർപ്പറ്റ് വഴി നീ നടന്നു വന്നപ്പോൾ തന്നെ ദൈവത്തിന്റെ കരം നിന്നെ തൊട്ടു. തിരിച്ചു പോകുന്നതിന് മുമ്പ് നിന്റെ വിഷയത്തിന്മേൽ ഒരു അത്ഭുത വിടുതൽ. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ദൂതുകളെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ പ്രൊഫസികളെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. യെസ്, ആമേൻ. അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കാൻ പോകുക. ആമേൻ. അവിശ്വാസവും ആത്മവിശ്വാസവും. ആമേൻ. കുറിച്ചെടുക്കേണ്ടവരെടുത്തോ. വിജയിക്കാൻ, ജയിക്കാൻ, ഉയരാൻ, അനുഗ്രഹം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത് ആത്മവിശ്വാസവും തോൽക്കാൻ
തകരാൻ, എല്ലാം തകർക്കാൻ ചിന്തിക്കുന്നവർക്ക് അവിശ്വാസവും. പൈശാചിക ബന്ധനം. മുൻപോട്ട് പോകണ്ട, എല്ലാം തീരട്ടെ എന്ന് ചിന്തിക്കുന്നവർക്ക് അന്ധവിശ്വാസവും. എങ്ങനെ പോയാലും സാരമില്ല, എവിടെയും ചെന്ന് തൊലയട്ടെ എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് അജ്ഞാന വിശ്വാസവും അമിത വിശ്വാസവും അധർമ്മ വിശ്വാസവും ഒരുപാട് തെറ്റായ വിശ്വാസങ്ങൾ. ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെ ആഴങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആത്മവിശ്വാസം, നിങ്ങളോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിങ്ങളുടെ തലമുറയോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, നിങ്ങളുടെ കുടുംബത്തോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ദൈവം അത് ചെയ്യും, എന്റെ ദൈവം അത് ചെയ്യും എന്ന് ഉറപ്പ് വരുത്തുന്നതാണ് ആത്മവിശ്വാസം. ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് ഒരു കൊച്ചു ഭാഗം എടുത്ത് ഒന്ന് അടർത്തിയെടുത്ത് നിങ്ങളുടെ മുമ്പിൽ വെക്കട്ടെ. സംഖ്യാപുസ്തകം 13-ാമത്തെ വാക്യം. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി. നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും. 40 വർഷം മരുഭൂമിയിലൂടെ ദൈവം തന്റെ ജനത്തെ നടത്തി. മന്ത്രവാദികളുടെ കൂമ്പാരം ഫറവോന്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ അവൻ അതൊന്ന് തുടങ്ങി വെച്ചു. മോശയുടെ കയ്യിലുള്ള വടി താഴെ ഇട്ടപ്പോൾ ഫറവോൻ പറഞ്ഞു, മന്ത്രവാദികളോട് പറഞ്ഞു, ഇടുവടി താഴെ. മന്ത്രവാദികളെ ചടപട വടി താഴെ ഇട്ടു. ദേ പാമ്പുകളുടെ ബഹളം. ഫറവോൻ മനസ്സിൽ വിചാരിച്ചു, എന്നോടാ കളി. കുറച്ച് കഴിഞ്ഞപ്പോൾ മോശയുടെ പാമ്പ് മന്ത്രവാദികളുടെ പാമ്പിനെ മുഴുവൻ വിഴുങ്ങി. ദൈവം 430 വർഷം കഴിഞ്ഞ് തൻ്റെ ജനത്തെ അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്ത് കൊണ്ടുവരാനായിട്ടുള്ള പദ്ധതി തയ്യാറാക്കി. അപ്പോൾ ദൈവം ഒരു തീരുമാനമെടുത്തു. ഈ മന്ത്രവാദികളെ കസ്റ്റഡിയിൽ വെച്ച് മന്ത്രവാദികളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഫറവോനെ, നിന്റെ മന്ത്രവാദികൾ സ്വപ്നം പോലും കാണാത്തത് കൃപയുള്ളവൻ ആരാധിച്ചു. നിന്റെ മന്ത്രവാദികൾ സ്വപ്നം പോലും കാണാത്ത ചിലത് ഈ രാജ്യത്ത് മിശ്രമിൽ ഞാൻ ചെയ്യും. നിന്റെ നാട്ടിലെ ഡോക്ടറുടെയും നേഴ്സിന്റെയും മന്ത്രിയുടെയും തഹസിൽദാരുടെയും വില്ലേജ് ഓഫീസറുടെയും തല മുഴുവൻ പേൻ കയറുന്ന പരിപാടി എൻ്റെ കയ്യിലുണ്ട്. വെള്ളം മുഴുവൻ രക്തമാകുന്ന പരിപാടി എൻ്റെ കയ്യിലുണ്ട്. നിന്റെ അവൻ കിണറ്റിലും തോട്ടിലും അരുവിയിലും പാത്രത്തിലും അടുക്കളയ്ക്കകത്തും നിന്റെ ഫ്രിഡ്ജിനകത്തും നിന്റെ ജീവിതത്തിൽ സകല മണ്ഡലങ്ങളുടെ തവള കയറുന്ന പരിപാടി ഫറവോന്റെ മന്ത്രവാദികൾ കണ്ടിട്ടില്ലാത്തത് എന്റെ ദൈവത്തിന്റെ കയ്യിൽ ഉണ്ടെന്ന്. ഇവിടുത്തെ വമ്പന്മാർ എന്തെല്ലാം ചെയ്തു കൂട്ടിയാലും എൻ്റെ തമ്പുരാൻ അതിനെ മുഴുവൻ മടക്കി കെട്ടുന്ന ശക്തമായ പദ്ധതികൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ എല്ലാം അവൻ ഒറ്റ പദ്ധതിയാണ്. അതിൻ്റെ അവസാന റിസൾട്ട് ഒന്നേ ഉള്ളൂ, എൻ്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കണം. ആരാധിപ്പാൻ വിട്ടയക്കത്തില്ലെന്ന് വാതുകെട്ടുന്ന അവൻ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് വാതുകെട്ടുന്ന സകല അന്ധകാരത്തിൻ്റെ കോമരങ്ങളെയും ദൈവസംഗതി അവരിക്കുന്നു. ആരൊക്കെ തൊടുന്നുണ്ട്? ഏതോ കുടുംബങ്ങളൊക്കെ തൊടുന്നു, ദൈവാത്മാവ് തൊടുന്നു. ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കത്തില്ലെന്ന് പറഞ്ഞ് അമർത്തി വെച്ചിരിക്കുന്ന പലതിനെയും ഇന്ന് പകൽ ഈ ആരാധന ദൈവം തൊടുന്നു, ദൈവം തൊടുന്നു, ദൈവം തൊടുന്നു. യേശുവിന്റെ കരം തൊടുന്നു.
സൂപ്പർ മാർക്കറ്റ് ഇല്ലാത്തടത്ത് തമ്പുരാൻ സ്വർഗത്തിന്റെ വാതിൽ തുറന്നു. ഒരു സൂപ്പർ മാർക്കറ്റിലും കിട്ടാത്ത തേൻ പുരട്ടിയ ദോശ പോലെ കൊത്തമ്പാലരി പോലുള്ള മന്ന. സ്തോത്രം പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഇവിടുത്തെ അരി കഴിക്കുന്നവൻ, ഇവിടുത്തെ ചോറ് കഴിക്കുന്നവൻ, ഇവിടുത്തെ കഞ്ഞി കഴിക്കുന്നവന് അവൻ ഡയബറ്റിക്, ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, അവൻ എന്ന് വേണ്ട എന്തെല്ലാം പ്രശ്നങ്ങളാ. 40 കൊല്ലം സ്വർഗത്തിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എൻ്റെ സർവശക്തനായ ദൈവ അവൻ ഇസ്രായേൽ മക്കൾക്ക് പൊടിച്ചു കൊടുത്ത മന്ന കഴിച്ചവന് ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോൾ ഇല്ല, ഡയബറ്റിക്കിൽ ഒരു പ്രശ്നവുമില്ല. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞ് ദൈവത്തൊന്ന് സ്തുതിച്ചാട്ടെ. നിങ്ങൾക്ക് ആരാധിക്കാൻ, നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്ന് തുള്ളി ചാടി കർത്താവിനെ സ്തുതിക്കാൻ ഒരു ദൂത് പറയാം. ഒരു ദിവസം രാവിലെ ദൈവം കൊടുത്തത് ഏകദേശം 500 ഗ്രാം മന്ന, 1/2 കിലോ മന്ന, 30 ലക്ഷത്തോളം വരുന്ന ജനം. അർത്ഥാൽ 15 ലക്ഷം കിലോ മന്ന ഒരു ദിവസം രാവിലെ. അങ്ങനെ 365 ഗുണം 15 ലക്ഷം ഇൻറ്റു 40 കൊല്ലം. ഇത്രയും മന്ന ഒരു ദിവസം പോലും ബന്ധില്ലാതെ, ഹർത്താലില്ലാതെ, യാതൊരു മുടക്കവുമില്ലാതെ പൊടിച്ചു കൊടുത്ത സ്വർഗത്തിൻ്റെ സൂപ്പർ മാർക്കറ്റാണ് എൻ്റെ ദൈവത്തിൻ്റെ കലവറ. ആ കലവറയിൽ നിന്നാ ദൈവം തന്നെ അനുഗ്രഹിക്കുന്നത്. ആ കലവറയിൽ നിന്നാ ദൈവം തന്നെ മാനിക്കുന്നത്. ആരാധിച്ചോ. ആ കലവറയിൽ നിന്നാ ദൈവം തന്നെ അനുഗ്രഹിക്കുന്നത്. ആ കലവറയാണ് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന കലവറ. സ്വർഗത്തില് തമ്പുരാന്റെ ഫുഡ് കോർപ്പറേഷന്റെ കലവറ. ഹല്ലേലൂയ. തമ്പുരാൻ പറഞ്ഞു, ആമേൻ. ചെങ്കടൽ പിളർന്നു. നാഷണൽ ഹൈവേ. ഈ എഞ്ചിനീയറിംഗ് ഒക്കെ അറിയാവുന്നവർക്ക് വേണമെങ്കിലൊന്ന് കണക്ക് കൂട്ടാം. ഏകദേശം 30 ലക്ഷം വരുന്ന ജനം ഒറ്റ രാത്രി കൊണ്ട്, അർത്ഥാൽ 12 മണിക്കൂർ കൊണ്ട് ചെങ്കടലിൻ്റെ അക്കരെ കയറണമെങ്കിൽ ആ റോഡിന് എത്ര വീതി ഉണ്ടായിരിക്കണം? ഞാനൊരു പുസ്തകത്തിൽ വായിച്ചാണ്, കറക്റ്റാണെന്ന് അറിയില്ല, 7 മൈൽ വീതി ഉണ്ടായിരുന്ന പറയുന്നത്. ചെങ്കടലിൽ ദൈവം ഒരുക്കിയ റോഡ്, ദൂതന്മാർ ഒറ്റ രാത്രി കൊണ്ട്. ആമേൻ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിതൂണ്. പാറയിൽ നിന്ന് 20 ഇത്രയും ലക്ഷം ജനത്തിന് വെള്ളം. ആമേൻ. കാടപ്പക്ഷി പറന്ന് കൂടാരത്തിനരികെ എൻ്റെ കർത്താവ് അവരെ നടത്തി. ഇപ്പോൾ മോശയ്ക്ക് ശേഷം യോശുവയുടെ നേതൃത്വത്തിൽ അവർ കനാൻ ദേശത്തേക്ക് പ്രവേശിക്കാൻ പോകുന്ന രംഗമാണ്. ആമേൻ. എല്ലാവരും ഉണ്ട് കൂടെ, എല്ലാവരും ഉണ്ട്. പക്ഷെ കനാൻ ദേശം ഉറ്റുനോക്കാൻ പോയാ കുറെ പേര് വന്ന് ജനത്തെ രാത്രി മുഴുവൻ കരയിപ്പിച്ചു. സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പിന്നെ നിങ്ങൾ വായിച്ചോ. 40 വർഷം ഞങ്ങൾ വന്ന വഴി പാഴായോ ദൈവമേ. ഞങ്ങൾ 40 കൊല്ലം ഗിർഗശ്യർ, യെബൂസ്യർ, പെരീസ്യർ, കനാന്യർ, അമോന്യർ, മോവാബ്യർ, എത്ര ജാതികളുടെ പ്രശ്നത്തിലൂടെ, യുദ്ധത്തിലൂടെ, വഴക്കിലൂടെ ഒക്കെ കടന്നു വന്ന് ഇനിയും കിടക്കുന്ന യുദ്ധം. ദേശം കൈവശമാക്കണം. പക്ഷെ എന്താ പ്രശ്നം? ദേശം ഉറ്റുനോക്കാൻ അയച്ച 40 പേരിൽ 38 പേർ വന്ന് ജനത്തോട് പറഞ്ഞു, ആ ദേശം നമുക്ക് കിട്ടത്തില്ല. അവിടെ അനാക്യ മല്ലന്മാരാണ്, എല്ലാം കരാട്ടെ ബ്ലാക്ക് ബെൽറ്റുകാരാ, ഭയങ്കര തടിയന്മാർ, നമ്മളെയൊക്കെ തിന്നുകളയും. അവരുടെ മുമ്പിൽ, ഇവർ പറഞ്ഞ ഭാഷയാണ്, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടുകിളികളെ പോലെ എന്ന് പറഞ്ഞാൽ വീട്ടിലിട്ട് ടൈപ്പ്. അപ്പോൾ അവരെന്തോ ഭയങ്കരന്മാരാ, ആ ദേശം നമുക്ക് പിടിച്ചടക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ്, ഭയപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞ്, അവരുടെ ഹൃദയത്തെ കീറിക്കളഞ്ഞ്, അവരുടെ ചങ്ക് തകർത്ത് കളഞ്ഞ്, രാത്രി മുഴുവൻ ജനം, ലക്ഷക്കണക്കിന് ജനമിരുന്ന് വാതോരാതെ നിലവിളിക്കുന്നൊരു കാഴ്ച നിങ്ങളുടെ എത്ര പേർക്കത് കാണാൻ കഴിയും? അവൻ എല്ലാവരും എന്ന് പറഞ്ഞു, നമുക്ക് ആ ദേശം കിട്ടത്തില്ല, 40 കൊല്ലം മരുഭൂമിയിലൂടെ വന്നത് പാഴായി പോയി, അയ്യോ നമുക്ക് അവകാശമാക്കാൻ പറ്റില്ല. ഇതാണ് അവിശ്വാസം, ഇതാണ് അന്ധവിശ്വാസം, ഇതാണ് അജ്ഞാന വിശ്വാസം. എന്നാൽ അതിനകത്ത് യോശുവയും കാലേബും
2 പേർ. അവര് പറഞ്ഞു, ആ ദേശം നമ്മൾ അവകാശമാക്കും. അനാക്യ മല്ലന്മാരെ നമ്മൾ തോൽപ്പിക്കും. എത്ര പേർക്ക് ഇന്ന് പകൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ ഉറപ്പിക്കുന്നവരിനകത്ത് എത്ര പേരുണ്ട്? സഭയ്ക്കകത്ത് യോശുവമാർ എഴുന്നേൽക്കട്ടെ, സഭയ്ക്കകത്ത് കാലേബുമാർ എഴുന്നേൽക്കട്ടെ, സഭയ്ക്കകത്ത് വിശ്വാസമുള്ളവർ എഴുന്നേൽക്കട്ടെ, സഭയ്ക്കകത്ത് മറ്റുള്ളവരെ ഉറപ്പിക്കുന്നവർ എഴുന്നേൽക്കട്ടെ, സഭയ്ക്കകത്ത് ദൈവത്തെ അവൻ ഉയർത്തുന്നവർ എഴുന്നേൽക്കട്ടെ. പ്രതികൂലത്തിന്റെ മധ്യ, പ്രശ്നങ്ങളുടെ മധ്യ, പ്രതിസന്ധികളുടെ മധ്യേ ജനത്തെ പറഞ്ഞ് ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തുന്ന യോശുവമാർ, കാലേബുമാർ എഴുന്നേൽക്കട്ടെ. മനസ്സ് മടുപ്പിക്കുന്നവരെ അല്ല ദൈവത്തിന് വേണ്ടത്. രാവിലെ കിടക്കപ്പായ കിടന്നുണ്ട് ഭാര്യയോടും മക്കളോടും പറയാ ഭർത്താവ്, ഡി അല്ലേ നമുക്ക് ഇന്ന് ആരാധനയ്ക്ക് പോകണ്ട, നമുക്കിന്ന് കോവളത്തോട്ട് പോകാം. എൻ്റെ പൊന്നു മനുഷ്യ, നിങ്ങളോ ആരാധനയ്ക്ക് പോകത്തില്ല. ആ പ്രാർത്ഥിക്കുന്ന മക്കളെയും ഭാര്യയെങ്കിലും മനസ്സ് മടുപ്പിക്കല്ലേ. ദൈവവചനം കേട്ടിട്ട് അതിൻ്റെ അർത്ഥം അറിയാതെ ഇതെന്തോ പ്രസംഗം, ഇതൊക്കെയാണോ പ്രസംഗം? നിന്റെ അകത്ത് ദൈവാത്മാവിൻ്റെ പ്രവൃത്തി ഇല്ലാത്തത് കൊണ്ട് നിനക്ക് ഈ പ്രസംഗമെന്നല്ല ഒരു പ്രസംഗവും നിനക്ക് ഇഷ്ടപ്പെടുകയല്ല. കാരണം നീ ഒരധിക പ്രസംഗിയ. അതുകൊണ്ട് വേറെ ഒരു പ്രസംഗവും നിനക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം നസ്രത്ത് പള്ളിക്കകത്തിരുന്നവർ യേശുവിൻ്റെ പ്രസംഗം കേട്ടിട്ട് ആത്മപരവശരായെന്നല്ല, കോപപരവശരായെന്നാണ്. ആമേൻ. ചിലർ കേൾക്കുന്നവരും പാപപരവശരാകുക, ചിലർ കോപപരവശരാകുക, ചിലർ 12 മണിയൊക്കെ ആകാറാകുമ്പോൾ ഏതാണ്ടൊക്കെ ആയി വരുന്നു, അത്ര ആകുമ്പോഴത്തേക്ക് വിശന്ന് പരവശരാകുക. എന്നാൽ കൃപയുള്ളവൻ ആത്മപരവശനാകുക. ദൈവവചനം അകത്ത് കയറുമ്പോൾ ആത്മവിശ്വാസത്താൽ ഉറക്കണം. ഇങ്ങനെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം. ഞാൻ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കുമ്പം ഈ ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ ബൈബിൾ കോളേജ് വലിയ മീറ്റിംഗ് വരും, ഗസ്റ്റ് പ്രീച്ചേഴ്സൊക്കെ വരും, ഞങ്ങളുടെ സാറുമാരൊക്കെ പ്രസംഗിക്കും. എനിക്കൊരു കുഴപ്പമുണ്ട്, ഇപ്പം അത് മാറിയിട്ടുണ്ട്. ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ദൂതൊക്കെ കേട്ടാൽ ഞാൻ അടുത്തിരിക്കുന്നവരുടെ കാലയിൽ ഒരു അടി കൊടുക്കും, ഇങ്ങനെ ഒന്ന് അടിക്കും, അല്ലെ കയ്യിൽ അടിക്കും. അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരുമാതിരിപ്പെട്ടവരൊന്നും ഇരിക്കത്തില്ലായിരുന്നു. അവർ പറയും, കെ എബ്രഹാമിൻ്റെ അടുത്തിരുന്നാൽ അടി ഉറപ്പാണ് എന്ന് പറഞ്ഞാൽ ആ സന്തോഷം കൊണ്ടാണ്. ചിലപ്പോൾ ഞാൻ ചാടി എഴുതേക്കും, ചിലപ്പോൾ അടിക്കും. അവൻ ഇപ്പം നമ്മുടെ ചർച്ചിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടില്ലേ, നല്ല ദൂതൊക്കെ പറയുമ്പോൾ ദേവദാസന്മാർ തമ്മിൽ ഇതിങ്ങനെ ഒരു ഹൈഫൈ ചെയ്യും. അവൻ ദൈവവചനം കേൾക്കുമ്പോൾ ഒരു ആത്മവിശ്വാസം വർദ്ധിക്കുക. നിങ്ങളിൽ എത്ര പേരുണ്ട് പരസ്പരം ഉറപ്പിക്കുന്ന എത്ര പേരുണ്ട്? ഒരു ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അടുത്തവരുടെ കയ്യിലൊന്ന് പിടിച്ചിട്ട് ആ ദൂത് നമ്മളോടാ, ആ തലയിലൊന്ന് കൈവച്ചിട്ട് ആ ദൂത് എന്നോടാ, ആ ദൂത് ദൈവം എന്നോടാ പറഞ്ഞത്, അതെൻ്റെ കുടുംബത്തോടാ പറഞ്ഞത്, എൻ്റെ വാതിലാ ദൈവം തുറക്കുന്നത് എന്ന് പറഞ്ഞ് ആത്മവിശ്വാസത്തോടെ മറ്റുള്ളവരെ ഉറപ്പിക്കുന്നവരുടെ പേരാണ് കാലേബ്. അങ്ങനെ ഉറപ്പിക്കുന്നവരുടെ പേരാണ് യോശുവ. കർത്താവിനൊന്ന് സ്തുതിച്ചാട്ട്, കൃപയിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിച്ചാട്ട്. ഒരു ശമൂവേലിന് ജന്മം കൊടുത്ത ഹന്നായും, ഒരു ഇസ്രായേലിന്റെ അപമാനം മാറ്റി എസ്തേറും, അവൻ യാബീന്റെ കാലത്ത് ഇസ്രായേലിന് ജയം കൊടുക്കുവാൻ മുൻപിൽ നിന്ന് ഒരു ദബോരയും നമ്മുടെ സഭയ്ക്കകത്ത് എഴുന്നേറ്റ് വരട്ടെ. പ്രാർത്ഥിക്കുന്ന ഹന്നാമാർ എഴുന്നേറ്റ് വരട്ടെ. അവൻ പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന എസ്തേറുമാർ എഴുന്നേറ്റ് വരട്ടെ. ഹല്ലേലൂയ. 900 ഇരുമ്പ് രഥങ്ങളുള്ള സീസറിയെ പോലുള്ളവരെ തോൽവി എന്നത് പഠിപ്പിക്കുന്ന കൃപയുള്ള ദബോരമാർ എഴുന്നേറ്റ് വരട്ടെ. സന്തോഷത്തോടെ ആരാധിക്കുക. ദൈവവചനം കേൾക്കുമ്പോൾ ആരാധിക്കുന്ന ഒരു വിടുതലാ, ഒരു സന്തോഷമാ. ആമേൻ. ഉറ്റുനോക്കാൻ പോയ കുറെ പേർ, 3 തരം ആൾക്കാർ അതിനകത്തുണ്ട്. കുറെ പേർ അനാക്യ മല്ലന്മാരെ കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾ പേടിച്ചു പോയി.
എൻ്റെ ബഹുമാനപ്പെട്ട സ്നേഹിത, നീ പേടിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാനൊരിക്കൽ ഇവിടെ അല്ല കേട്ടോ, ഈ ആരാധനയിലല്ല, ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയപ്പം ആരാധനയെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ അതിലൊരു ബ്രദറിനോട് ചോദിച്ചു, ബ്രദർ എന്താ ഈ ആരാധിക്കുമ്പോൾ കണ്ണടയ്ക്കാത്ത? ആരാധനയിൽ ഞാൻ ശ്രദ്ധിച്ച ബ്രദർ കണ്ണേ അടച്ചില്ലല്ലോ. പിന്നെ പുള്ളി സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ആരാധിച്ചാൽ ഉടനെ വലിയ പല്ലുള്ള കൊമ്പുള്ള ആളിനെയാ കാണുന്നേ. അത് ശരിയാണ്. ചിലർ കണ്ണടച്ചാൽ കൊമ്പുള്ള പല്ലുള്ള ആളിനെയാ കാണുന്നേ. പല്ലെന്ന് പറഞ്ഞാൽ സാധാരണ പല്ലല്ല, വെളിയിലോട്ട് ഇറങ്ങിയ പല്ലുള്ള ഫേസിൽ. അതുകൊണ്ടാണ് അവർ കണ്ണടയ്ക്കാതെ. ഞാനൊരു കാര്യം പറയട്ടെ, നീ കണ്ണടച്ച് നിൽക്കുമ്പം അഥവാ അത് അതിൻ്റെ മനസ്സിൽ വരിക എന്നിരിക്കട്ടെ, നീ ഹൃദയത്തിനകത്ത് പറയണം, സ്വർഗത്തിനും ഭൂമിക്കും അധോലോകത്തിനും അധികാരമുള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അന്യായ ചിന്തകളെയും അന്യായ കാഴ്ചകളെയും ശാസിക്കുന്നു. ദൈവ തേജസ്സിൻ്റെ മേൽ ഇറങ്ങട്ടെ, ദൈവ തേജസ്സിൻ്റെ മേൽ ഇറങ്ങട്ടെ എന്ന് പറയുമ്പോൾ ഒരു സൂര്യ തേജസ്സിനോ നീ നിറയപ്പെടാൻ ഇടയാകും. ഇപ്പോൾ തന്നെ ചിലരുടെ മേൽ അത് നിറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ ചിലരെ അത് തൊടുന്നുണ്ട്, ഇപ്പോൾ തന്നെ ചിലരെ അത് സ്പർശിക്കുന്നുണ്ട്. കാഴ്ചപ്പാടിന് മാറ്റം വരണം. കാഴ്ചയ്ക്ക് മാറ്റം വരണം. എന്നാൽ ആ യാത്രയിൽ ആഖാൻ എന്ന് പറയുന്ന ഒരാൾ, ആഖാൻ, അയാള് അവിടുന്ന് വെള്ളി, സ്വർണം, വിലയേറിയ വസ്ത്രം, പുള്ളി അതൊക്കെയാണ് കണ്ടത്. ചിലർ ആരാധനയ്ക്ക് വരുമ്പോൾ അവരുടെ കാഴ്ചപ്പാട്, ആമേൻ, ഞാൻ പിശാചിൻ്റെ മുമ്പിൽ ഒരിക്കലും ജയിക്കത്തില്ലെന്ന്. അനാക്യ മല്ലന്മാരെന്നെ തോൽപ്പിക്കും. വേറൊരു കൂട്ടര് എന്തെങ്കിലും ഭൗമിക നന്മകൾ കിട്ടുമോ എന്ന്. ആഖാന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ആഖാൻ അതെല്ലാം മോഷ്ടിച്ചു, പിന്നീട് അത് കണ്ടുപിടിക്കപ്പെട്ടു. ആഖാനെ കല്ലെറിഞ്ഞു കൊന്നു, ആഖോർ താഴ്വര ഉണ്ടായി. അതെല്ലാം ഞാൻ വിടുകയാണ്. അതൊന്നും ഈ യോഗത്തിൽ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഒന്ന് പറയാൻ പോവാ, വളരെ ശ്രദ്ധിക്കണം. എന്നാൽ അതിനകത്ത് ആത്മവിശ്വാസമുള്ള, കൃപയുള്ള, ദൈവ നിയോഗം പ്രാപിച്ച യോശുവയും കാലേബും കണ്ടത് ഇവരാരും കണ്ടതല്ല. അവർ കണ്ടത് എസ്ക്ലോൻ താഴ്വരയിൽ ഒരു തണ്ടിന്മേൽ 2 പേർ തോളിൽ വെച്ച് 2 പേർ ചുമക്കുന്നത്ര വലിപ്പമുള്ള മുന്തിരിക്കുലകൾ അവർ കണ്ടു. ഓ, കൃപയുള്ളവർ എൻ്റെ കൂടെ വാ, എൻ്റെ കൂടെ വാ. അവർ കണ്ടത് അനാക്യ മല്ലന്മാരെ ആണെങ്കിൽ ഈ കൃപയുള്ളവൻ കണ്ടത് 2 പേര് കൂടി ചുമക്കുന്ന മുന്തിരിക്കുലകൾ. അവർ ആപ്പിൾ തോട്ടങ്ങൾ കണ്ടു, അവർ മാതളത്തിൻ്റെ തോട്ടങ്ങൾ കണ്ടു, അവർ മുന്തിരിയുടെ തോട്ടങ്ങൾ കണ്ടു, അവർ അനേക നന്മകൾ കണ്ടു, അവർ അത്തിപ്പഴത്തിൻ്റെ മരങ്ങൾ കണ്ടു. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ചോദിക്കുന്നു, നീ എന്താ കണ്ടത്? നീ എന്താ കണ്ടത്? ഒരു കൂട്ടർ അനാക്യ മല്ലന്മാരെ കണ്ടു, ഒരു കൂട്ടർ വെള്ളിയും പൊന്നും കണ്ടപ്പോൾ കൃപയുള്ളവൻ ആത്മാവിന്റെ ഫലങ്ങൾ കാണുകയാ. ഇന്ന് ഇവിടെ ഈ ആരാധനയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ദൈവാത്മാവ് ചോദിക്കുന്നു, നീ യേശുവിന്റെ സന്നിധിയിൽ വന്ന് എന്താ കണ്ടത്? നിന്റെ കാഴ്ചപ്പാട് എന്താണ്? ആത്മാവിന്റെ ഫലങ്ങൾ. നാളെ നീ ചവിട്ടുന്നിടത്ത് രോഗശാന്തി, നീ സംസാരിക്കുന്നിടത്ത് വിടുതല്, നീ പോകുന്ന വീട്ടിൽ അത്ഭുതങ്ങള്, നീ കാല് ചവിട്ടുന്നിടത്ത് ദൈവപ്രവൃത്തി, നീ പറയുന്നിടത്ത് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, നീ ആരാധിക്കുമ്പോൾ ദൈവ മഹത്വം. ഇന്ന് ഈ ആരാധനയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നിലൂടെ പുറത്തു വരുന്നത് ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ആത്മാവിന്റെ ഫലങ്ങൾ, 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 ഫലങ്ങൾ. ഓ, ആത്മാവിന്റെ കൃപകൾ, ആത്മാവിന്റെ വരങ്ങൾ നിന്നിലൂടെ പുറത്തു വരട്ടെ. എന്നെ ഉപയോഗിക്കണമെന്ന് പറ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ രോഗിയാണോ? ചാടി എഴുന്നേക്ക്. സൗഖ്യം നീ കാണ്, ആത്മാവിൽ കാണ്. നിന്റെ കൈകാലുകൾക്ക് ബലം വെക്കുന്ന കാണ്, നിന്റെ ശരീരത്തിന് ബലം വെക്കുന്ന കാണ്. നീ സ്ട്രോക്ക് വന്ന് സംസാരിക്കാൻ കഴിയാതിരിക്കുകയാണോ? വാ തുറക്ക്. നീ ആത്മാവിൽ നിന്ന് ശ്രമിച്ചു നോക്ക്, ഹല്ലേലൂയ പറഞ്ഞു നോക്ക്. ഓ, ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് സൗഖ്യമാ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വിടുതലോ. യെസ്,
ചിലർക്ക് ഫലങ്ങൾ കണ്ടാലും ഫലങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാലും അവർക്ക് വിശ്വാസം വരത്തില്ല. അവർക്ക് വിശ്വാസം യൂട്യൂബിലെ വീഡിയോയാ. ദൈവമേ, ഈയിടെ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇക്കണക്കിന് പോയാൽ ക്രൈസ്തവ സഭ ഇല്ല. ഞാൻ ചെങ്ങനെ, അത് യൂട്യൂബുകാരെല്ലാരും കൂടി വെട്ടി തീർക്കും. എൻ്റെ പൊന്നു സ്നേഹിതരെ, പാവം യൂട്യൂബുകാര് ജീവിച്ചു പോട്ടെ. കാരണം അവർക്ക് വ്യൂവേഴ്സിനെ കിട്ടണമെങ്കിൽ 10K 15K 25K 30K കിട്ടണമെങ്കിൽ ആരെങ്കിലും ദൈവദാസന്മാരുടെയും സുവിശേഷ വേലക്കാരെ കുറിച്ചും ലോകമറിയുന്ന ഏതെങ്കിലും പ്രസംഗകനെ കുറിച്ചും പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചും അല്ലെങ്കിൽ മന്ത്രിമാരെ കുറിച്ചും ഒക്കെ അറിയുന്നവരെ കുറിച്ച് എന്തെങ്കിലും എഴുതിയാൽ മാത്രമേ അവർക്ക് 4 വ്യൂവേഴ്സിനെ കിട്ടത്തുള്ളൂ, യൂട്യൂബിൽ നിന്ന് $4 കിട്ടത്തുള്ളൂ, ജീവിക്കാൻ അനുവദിക്കവര്. മന്ത്രിയെ ഒരു സാധാരണക്കാരൻ ചെരുപ്പ് കൊണ്ട് എറിഞ്ഞവൻ്റെ ഫോട്ടോ പത്രത്തിൽ വരും. അവൻ ഫേമസ് ആയതുകൊണ്ടല്ല, ഫേമസായ മന്ത്രിയെ എറിഞ്ഞതുകൊണ്ടാണ്. ഇത് ഒരു ലോക തത്വമാണ്. ഇത് കണ്ടിട്ട് എന്നോട് ചിലർ ചോദിക്കും, പാസ്റ്റർ അത് കണ്ടായിരുന്നോ? ഇല്ല. പാസ്റ്റർ ഇത് കണ്ടായിരുന്നോ? ഇല്ല. പാസ്റ്റർ അത് കേട്ടായിരുന്നോ? ഇല്ല. ഇത് കേട്ടായിരുന്നോ? ഇല്ല. അതെന്താ? നീ അത് കേട്ട് പ്രാർത്ഥിക്ക്, ഞാൻ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കും. അതാണ് എൻ്റെ വ്യത്യാസം. എനിക്ക് പ്രാർത്ഥിക്കാൻ അത് കേൾക്കണ്ട, എനിക്ക് ദൈവത്തോട് അടുക്കാൻ അത് കേൾക്കണ്ട. എനിക്ക് ആ കനാൻ ദേശത്ത് യോശുവയും കാലേബും കണ്ടതുപോലെ ഇതൊരു നിഴലും പൊരുളുമായ പ്രസംഗമാണ്. ഞാൻ കാണുന്നതെല്ലാം രോഗിയായി കിടക്കുന്നവൻ എഴുന്നേറ്റ് വരുന്ന കാഴ്ചയാ, ചങ്ങലയ്ക്ക് ബന്ധിക്കപ്പെട്ടവൻ്റെ ചങ്ങല അഴിയുന്ന കാഴ്ചയാ, തകർക്കപ്പെട്ട കുടുംബങ്ങൾ വിടുവിക്കപ്പെടുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. നാളെ തിരുവനന്തപുരം പട്ടണം, കേരളത്തിലെ 14 ജില്ലകൾ ആത്മാവിൻ്റെ ഉണർവ് വ്യാപരിക്കുന്ന ഒരു വലിയ കാഴ്ചയാണ് ഞാൻ കാണുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ജനങ്ങൾ ആത്മാവിൽ സത്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന കാഴ്ചയാ ഞാൻ കാണുന്നത്. മുഴുവൻ ആത്മാവിൻ്റെ ഫലങ്ങളാ. എൻ്റെ ഈ പ്രസംഗം ഞാൻ ഒത്തിരി നീട്ടാതെ ഞാൻ നിങ്ങളോട് ദൈവസ്നേഹത്തിൽ പറയട്ടെ, നമ്മുടെ ഇടയിൽ യോശുവമാർ എഴുന്നേൽക്കട്ടെ, നമ്മുടെ ഇടയിൽ കാലേബുമാർ എഴുന്നേൽക്കട്ടെ. കാലേബ് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ഈ 85-ാമത്തെ വയസ്സിലും ഈ മല ഞാൻ പിടിച്ചടക്കും. ഓ കർത്താവ് ഇന്ന് പകൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരോട് പറയുന്നു, നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾ യോശുവയായിരിക്കണം. ആരെല്ലാം നിരാശപ്പെട്ട വാക്ക് പറഞ്ഞാലും നിങ്ങൾ അവരെ ബലപ്പെടുത്തുന്ന ആത്മവിശ്വാസത്തിൻ്റെ വാക്ക് പറയുന്ന യോശുവമാരായി നമ്മുടെ ഇടയിൽ മൊർദെഖായിമാർ എഴുന്നേൽക്കട്ടെ. എന്താ മൊർദെഖായിയുടെ പ്രത്യേകത? റെട്ടിനകത്തിരിക്കുന്ന മൊർദെഖായി പട്ടിനകത്തിരിക്കുന്ന എസ്തേറിനോട് പറഞ്ഞു, നീ ഇന്ന് മിണ്ടാതിരുന്നാൽ നീ നിന്റെ പിതൃഭവനം നശിച്ചു പോകും. എസ്തേർ 4:14. എന്നാൽ യഹൂദന് മറ്റിടത്തുനിന്ന് ഉദ്ധാരണമുണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സംസാരിക്കുക. നമ്മുടെ ഇടയിൽ മൊർദെഖായിമാർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ ഇടയിൽ മറ്റുള്ളവരെ ബലപ്പെടുന്ന എസ്തേർമാർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ ഇടയിൽ പ്രാർത്ഥിക്കുന്ന ഹന്നമാർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ ഇടയിൽ സ്തോത്രം യോഹന്നാൻ സ്നാപകന്മാർ എഴുന്നേൽക്കട്ടെ. പൗലോസുമാർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ ഇടയിൽ ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ആഹാരം കൊടുക്കുവാൻ ആൾക്കൂട്ടത്തിൽ നിന്ന് 5 അപ്പവും 2 മീനും കൊണ്ടുവരുന്ന അന്ത്രയോസുമാർ നമ്മുടെ മധ്യ എഴുന്നേൽക്കട്ടെ. ഈ ആരാധനയിൽ എത്ര പേർക്കുണ്ട് ആ ആഗ്രഹം? എത്ര പേര് അവിടെ ഇരുന്നുകൊണ്ട് പറയും, എനിക്കൊരു യോശുവയായി മതി, എൻ്റെ നാവ് യോശുവയുടെ നാവാകട്ടെ.
എൻ്റെ നാവായി കാലേബിൻ്റെ നാവാകട്ടെ. ജനത്തെ ബലപ്പെടുത്തുന്ന, ജനത്തെ അലറി കരയിപ്പിക്കുന്നവരല്ല, ജനത്തെ ബലപ്പെടുത്തുന്ന. ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ എത്ര പേർക്ക് ഇഷ്ടമുണ്ട്? കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ദൈവമേ, പിതാവേ, ഞങ്ങൾ ആത്മവിശ്വാസമുള്ളവരായി തീരട്ടെ, ഞങ്ങൾ ഉറപ്പുള്ളവരായി തീരട്ടെ, പ്രത്യാശയിൽ നിറഞ്ഞവരായി തീരട്ടെ. ഞങ്ങൾക്ക് വേണ്ടി ദൈവം വച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങൾ സന്തോഷത്തോടെ യാത്ര ചെയ്യട്ടെ. ദൈവം ഞങ്ങളോട് പറഞ്ഞ ആലോചനകൾ മുഴുവൻ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവരായി മാറട്ടെ. നിന്റെ ജനത്തെ തൊടണമേ കർത്താവേ. അനുഗ്രഹിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ. ആമേൻ, ആമേൻ.